നമ്മുടെ ജീവിതത്തിലെ ഈ മാനസിക വിഷമം അല്ലെങ്കിൽ ദുഃഖം അല്ലെങ്കിൽ സഹനം ഒക്കെ അനുഭവിക്കുന്ന ഒത്തിരി സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറില്ലേ. അപ്പം നമ്മൾ ഓർക്കും നമുക്ക് മാത്രമേ ഇങ്ങനെയുള്ളൂ, എനിക്കിങ്ങനെ എല്ലാവർക്കും എൻ്റെ ജീവിതത്തിലാണ് ഇങ്ങനെ അധികവും വരുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും അല്ലേ. പക്ഷേ ശരിയല്ല. എല്ലാവരുടെ ജീവിതത്തിൽ കൂടെ ഓരോ സൈസ് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് അല്ലേ, ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ. അപ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മൾ എന്നാ ഓർക്കണേ, നമുക്കൊരു നല്ലത് വരാനുണ്ടെന്ന് നമ്മൾ ചിന്തിക്കാനുള്ള കഴിവ് മനസ്സ് വെച്ചാൽ മതി. അതായത് ഒരു ചെറിയ ദുഃഖമാണെങ്കിൽ ചെറിയൊരു സന്തോഷം നമുക്ക് വരാൻ കിടപ്പുണ്ട്, വലിയ ദുഃഖമാണെങ്കിൽ വലിയൊരു സന്തോഷം വരും, അത് ഉറപ്പായ കാര്യമാണ്. അത് എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. എനിക്കും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. വലിയ ദുഃഖങ്ങളുണ്ടായപ്പോൾ വലിയ സന്തോഷങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ സമയം പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമ്മൾ വേറെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് ഒന്നും കാര്യമില്ല അതിന്. അത് നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കണം അല്ലേ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്ത് പ്രശ്നങ്ങളും നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കണം. ഒരു രാത്രി ഉണ്ടെങ്കിൽ ഒരു പകലുണ്ട് എന്ന് പറയും പോലെ തന്നെയാണ് ഇത്. ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മുടെ അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചു വെച്ചേക്കുന്നത് അല്ലേ. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഇല്ലാത്ത മനുഷ്യർ കുറവാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ചുമ്മാ ചിന്തിച്ചു നോക്കിയേ, ഒരു കുഞ്ഞുവാവ ഉണ്ടാകണമെങ്കിൽ പോലും എന്തോരം ദുഃഖങ്ങളും വിഷമങ്ങളും ആ അമ്മ 9 മാസം അനുഭവിക്കണം അല്ലേ. അത് കഴിയുമ്പോഴോ പ്രസവ വേദന എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയണോ, അതും കൂടെ അനുഭവിക്കുന്നുണ്ട് ഇല്ലേ. അത് കഴിയുമ്പോഴാണ് കുഞ്ഞുവാവനെ കാണുമ്പോൾ ആ വേദന എല്ലാ അമ്മമാരും മറക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നെ അവരുടെ മനസ്സിലേക്ക് സന്തോഷമല്ലേ, പിന്നെ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ആ കുഞ്ഞിനെ വളർത്തണം, അതിൻ്റെ സന്തോഷം, അതിൻ്റെ രീതികളൊക്കെ കണ്ട് സന്തോഷിച്ച അമ്മമാരിയ്ക്കുകയും ചെയ്യും. അങ്ങനെയല്ല ശരിക്കും സാധാരണ. അതുപോലെ തന്നെയാണ് ഇത്. നമ്മൾ വിചാരിച്ചാൽ മതി, ഇത്രയും വലിയ ദുഃഖങ്ങൾ തരുമ്പോഴും അതിൻ്റെ പിന്നിലൊരു സന്തോഷം ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി അല്ലേ. അതായത് ഈ ഞാനൊരു ഉദാഹരണം പറയാം, ഒരു കഥയാണ്. ഈ പരുന്തിൻ്റെ കൂട് ഉണ്ടാക്കുന്ന ഏറ്റവും ഉയരം കൂടിയ മരത്തിൻ്റെ കൊമ്പയിലായിരിക്കും എന്ന് പറയണേ. അവിടെ മരത്തിൻ്റെ കൊമ്പയിൽ അത് കൂടുണ്ടാക്കി കഴിയുമ്പോൾ അത് മുള്ളുകളും ഇലകളും പുല്ലും ഒക്കെ വെച്ച് നല്ല മനോഹരമായൊരു കൂടുണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പം പരുന്ത് കുഞ്ഞുങ്ങളുണ്ടായി മുട്ടയിട്ട് കുഞ്ഞുങ്ങളായി കഴിയുമ്പം ഈ പരുന്തും തള്ള, അതായത് ഈ കുഞ്ഞുങ്ങളുടെ അമ്മ കുഞ്ഞുങ്ങൾ പറക്കാറായി എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. ആദ്യം ആ കൂടങ്ങ് അതിൻ്റെ ആ പുല്ലുകളും ഇലകളും ഒക്കെ എടുത്ത് ആദ്യം കളഞ്ഞിട്ട് ആ മുള്ളുകളിലേക്കാക്കി വെക്കും. അപ്പോഴത്തേനും ആ കുഞ്ഞിൻ്റെ മേത്ത് പതുക്കെ മുള്ളുകളൊക്കെ കുത്തിക്കയറാൻ തുടങ്ങുമ്പോഴത്തേനും അമ്മ എന്നാ കാണിക്കും, ഈ കുഞ്ഞിനെ പതുക്കെ കൊണ്ട് കൊത്തിയെടുത്തിട്ട് താഴേക്ക് അങ്ങിടും. യാതൊരു ദയ കാരുണ്യം ഒന്നും കാണിക്കാതെ, ഒരു സ്നേഹം പോലും കാണിക്കാത്ത രീതിയിൽ ഇതിനെ അങ്ങ് എടുത്ത് താഴേക്ക് അങ്ങിടും. അപ്പോൾ എന്നിട്ട് ആ പരുന്തിൻ്റെ അമ്മ പറന്ന് താഴെ ചെന്നിട്ട് ചിറക് വിരിച്ചിരിക്കും, കുഞ്ഞു വന്ന് താഴെ പോകാതിരിക്കാൻ. അപ്പോഴത്തേനും ഈ കുഞ്ഞെന്നാ പേടിച്ച് ചിറകിട്ടടിക്കാൻ തുടങ്ങും, ചിറകുകൾക്ക് ശക്തി വരും, പതുക്കെ കുതിച്ച് പറക്കാൻ പഠിക്കുകയും ചെയ്യും. അമ്മ അങ്ങനെ ക്രൂരമായിട്ട് പെരുമാറുന്നതുകൊണ്ടല്ലേ ആ പരുന്തും കുഞ്ഞ് പറക്കാൻ പഠിക്കണത് അല്ലേ. അമ്മ സ്നേഹത്തോടു കൂടി അവിടെ വെച്ചുകൊണ്ടിരുന്ന ആ കൂട്ടി തന്നെ ഇരിക്കുകയുള്ളൂ, അതിൻ്റെ ജീവിതകാലം മുഴുവൻ അതവിടെ കഴിയുകയേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയുടെ ക്രൂരമായ ഒരു ദുഃഖത്തോടു കൂടിയാണ് അമ്മ എടുത്തെറിയണേ നമ്മൾ ചിന്തിച്ചാൽ മതി അല്ലേ. അതിനെടുത്താൽ താഴോട്ടിടുകയാണ്, ഒരു ദയോ കാരുണ്യമോ ഒന്നും കാണിക്കാതെ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അങ്ങനെ ദുഃഖങ്ങളും ഒത്തിരി ദുരിതങ്ങളും നമ്മൾ അത് വരുമ്പോൾ അവിടെ തന്നെ ഇരിക്കാം എന്ന്, എനിക്ക് മാത്രമേ ഉള്ളൂ, ഞാനിത് സഹിച്ച് ഇവിടെ തന്നെ ഇരിക്കാം എന്ന് വിചാരിച്ചാൽ അത് നമ്മളിൽ നിന്ന് ഒഴിവായി പോവുകയില്ല. ആ ദുഃഖം നമ്മുടെ കൂടെ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ എന്നാണെന്നറിയാം, അതിനെടുത്ത് ദൂരെ കളഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇതൊക്കെ വരും എന്ന് ചിന്തിക്കുക. എന്ത് ദുഃഖമാണെങ്കിലും നമുക്ക് മരണത്തിൻ്റെ ദുഃഖമാണെങ്കിലും കടബാധ്യത ദുഃഖമാണെങ്കിലും ഒറ്റപ്പെടലിൻ്റെ ദുഃഖമാണെങ്കിലും മറ്റ് മാനസിക വിഷയം, മക്കളെ കൊണ്ട് ഭർത്താവിനെ കൊണ്ട് ഭാര്യയെ കൊണ്ട് എന്താണെങ്കിലും അതൊക്കെ അതിനെയൊക്കെ ഞാൻ അതിജീവിച്ചാലേ ഞാൻ മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള തീരുമാനം എടുക്കണം ഇല്ലേ. എന്നാലേ നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ. നമുക്കപ്പോൾ എവിടെയെങ്കിലും ഒരു കൈത്താങ്ങായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു കച്ചിത്തുരുമ്പ് കാണിച്ചു തരും, അവിടെ നമ്മൾ പിടിച്ചു കയറി പൊക്കോളുക. അല്ലാണ്ട് നമ്മൾ അതിനകത്ത് കിടക്കാൻ ശ്രമിക്കുകയേ ചെയ്യരുത്. ദുഃഖം എന്ന് പറയുന്നത് സാധനത്തിന് ഒരു സന്തോഷം അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്. സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ കളയാതിരിക്കുക. നമ്മൾ ഉറക്കെ സന്തോഷിക്കേണ്ട അവസരം വരും, ഉറക്കെ തന്നെ സന്തോഷിച്ചോളുക, ചിരിച്ചോളുക. അങ്ങനെയുള്ള ദുഃഖം വരുമ്പോൾ അതിനകത്ത് പെട്ടുകിടക്കാതെ ഇരിക്കുക. ഒത്തിരി പെട്ടുകിടക്കണവരാണ് ജീവിത അവസാനം മടുപ്പ് തോന്നുന്നത് നമുക്ക്. നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് മടുപ്പായി, എൻ്റെ പൊന്നെ ഒരു മനുഷ്യജന്മം എന്ന് പറയുന്നത് വല്ലാത്ത ജന്മമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട. മനുഷ്യജന്മം എന്ന് പറയുന്നത് നല്ലൊരു ജന്മം. നമ്മളതിനെ എടുക്കുന്ന ഏത് രീതിയിലിരിക്കും അതുപോലെ ഇരിക്കും. നമ്മൾ അതിനെ നല്ല സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ആസ്വദിച്ചു നോക്കിക്കേ, നമുക്കതിനോട് ഇഷ്ടം തോന്നി തുടങ്ങും. അപ്പോഴത്തേനും നമുക്ക് ജീവിതം ആസ്വദിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അല്ലേ, നമ്മുടെ കാലം കഴിയാറാകും.
അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ ആസ്വദിച്ചോളുക. നമുക്ക് പറ്റുന്ന നമുക്കുള്ള സാഹചര്യം വെച്ച് നമുക്ക് സന്തോഷിക്കാമല്ലോ. ദുഃഖങ്ങൾ എന്ന് പറയണതിന് എപ്പോഴും താലോലിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ അടുത്തുനിന്ന് പോകില്ല. അങ്ങനെയല്ലേ? നമ്മളൊരു പട്ടിക്കുഞ്ഞിനെ ആണെങ്കിലും പൂച്ചക്കുഞ്ഞിനെ ആണെങ്കിലും അതിനെ വെച്ച് താലോലിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് പോവോ? ഇല്ല. അതുപോലെ തന്നെയാണ്. പിന്നെ ചുറ്റുമുള്ളവർ പലതും പറഞ്ഞു വന്നിരിക്കും. നമുക്ക് ദുഃഖം വരുമ്പോഴാണ് കൂടുതൽ പേര് നമ്മളെ കുറ്റപ്പെടുത്താനും നമ്മളെ താഴ്ത്തിക്കെട്ടാനും നമ്മളെ മോശമായിട്ട് പറയാനും ഒക്കെ നിൽക്കുന്നത് നമ്മുടെ ദുഃഖമുള്ള കാലത്താണ്. അപ്പം നമ്മൾ വിചാരിക്കുക അവരുടെ മുമ്പിൽ നമ്മൾ നിവർന്ന് നിൽക്കാൻ ശ്രമിക്കണം. അവരുടെ മുമ്പിൽ തല കുനിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ യാതൊരു അർഹതയില്ലാത്തവരും നമ്മളോട് യാതൊരു ബന്ധവും ഇല്ലാത്തവരും പോലും നമ്മളെ തലക്കിട്ടൊരു ചവിട്ട് തരാൻ വേണ്ടിയിട്ട് വന്നു വന്നിരിക്കും. അതൊന്നും കേൾക്കാതെ എല്ലാ പ്രതിസന്ധി എന്തൊക്കെ വന്നിട്ടുണ്ടല്ലോ അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യണം നമ്മൾ ചിന്തിക്കുക. അതിനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. എല്ലാത്തിനും പരിഹാരമുണ്ടെന്നേ. പരിഹാരം ഇല്ലാത്ത ഒന്നുമില്ല. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മളത് ചിന്തിക്കുക. അതിനെ മറികടന്നു പോകാൻ ഒരു മാർഗം നമ്മൾ ജീവിതത്തിൽ കണ്ടെത്തുക. ദുഃഖം എന്നത് ഒരു നമ്മുടെ നിഘണ്ടുവിൽ പോലും ഇല്ലാത്ത ഒരു കാര്യമാക്കി നമ്മൾ മാറ്റി വയ്ക്കുക, ഇല്ലേ? പിന്നെ ഒരു കാര്യമുണ്ട്. ദുഃഖം ഉണ്ടെങ്കിലല്ലേ നമ്മൾ സുഖത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഇത് അനുഭവിക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? എന്നും സന്തോഷമുള്ളവർക്ക് ദുഃഖം എന്നാണെന്നറിയാൻ പറ്റുമോ? പിന്നെ ദുഃഖം ഉണ്ടെങ്കിലേ നമ്മൾ എന്തെങ്കിലും നേടിയെടുക്കാൻ ശ്രമിക്കുകയുള്ളൂ, അല്ലേ? നമുക്ക് ഏത് കാര്യത്തിലാണ് ദുഃഖം വന്നെങ്കിൽ അത് നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണമെങ്കിൽ നമുക്ക് ദുഃഖം വരുമ്പോഴല്ലേ ഉള്ളൂ. അല്ലാണ്ട് സന്തോഷമുള്ള സമയത്ത് ആ സന്തോഷത്തിൽ തന്നെ അതേൽ അത് ഒരു സേഫ് സോണായിട്ട് നമ്മൾ അവിടെ ഇരിക്കുകയുള്ളൂ. ദുഃഖം വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്, ഇല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കേ. സുഖത്തിലൊന്നും നമുക്ക് ഒരു കാര്യമില്ല. സുഖത്തിൽ നമ്മൾ ആസ്വദിക്കും നമ്മുടെ ജീവിതം, ഇല്ലേ? നമ്മൾ പരാജയപ്പെട്ടു പോയ അല്ലെങ്കിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നല്ല നിലയിലെത്തണം നമ്മൾ കണ്ടിട്ടില്ലേ? അതെന്തുകൊണ്ടാണ്? അവരതിന് ഇനി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവരുത്, എൻ്റെ മക്കൾക്ക് ഉണ്ടാവരുത് എന്നും ചിന്തിച്ച് അവർ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. അതിനു വേണ്ടിയിട്ട് അവർ ഈ വിജയത്തിലെത്താൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും അവർ ശ്രമിക്കും. ആ സമയത്ത് സുഖത്തിലിരിക്കണവരോ അവിടെ തന്നെ ഇരിക്കും. മടിയന്മാർ ഒരിടത്തും രക്ഷപ്പെടില്ലാത്ത എന്തുകൊണ്ടാണ്? അവർ ആ സേഫ് സോണിലായിരിക്കണത്. അവർക്ക് വേറൊന്നും വേണ്ട, കൂടുതലൊന്നും ഉണ്ടാക്കണ്ട, ഈ ഉള്ളതും കൊണ്ട് അങ്ങ് കഴിഞ്ഞു പോയാൽ മതി എന്ന് ഓർത്തിരിക്കും. അത് ഒത്തിരി നാൾ മുന്നോട്ട് പോവില്ല. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേനും അതെന്നാ പറ്റും, നമുക്ക് എല്ലാവരും എല്ലാ നിലയിലും എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഒരു നിലയിലും എത്താത്ത അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ടാണ് അവിടെ ഒരിടത്ത് ഇരിക്കാതിരിക്കുക. കൂടുതൽ നമ്മൾ വിജയിച്ചാലും പിന്നീടും ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് നല്ല പൈസ ഉണ്ടാക്കി നമുക്ക് ജീവിക്കാനുള്ള എല്ലാം സേഫ് ആക്കി വെച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ അനങ്ങാതിരിക്കരുത്. ആ സേഫ് എന്ന് വെച്ചാൽ ഒരു നിമിഷം ഒരു രോഗം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. അപ്പം പിന്നെ നമ്മൾ വീണ്ടും ദുഃഖത്തിലേക്കായി പോകും, ഇല്ലേ? അപ്പം നമ്മൾ സേഫായി എന്ന് പറഞ്ഞാലും പിന്നെയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് നമ്മൾ പിന്നെയും ഇങ്ങനെ നമുക്ക് നേടിയെടുക്കാവുന്ന ഓരോ കാര്യങ്ങളും നേടിയെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് പണി ചെയ്തോളും. നമ്മൾ പിന്നെ സേഫായിട്ടിരുന്നാൽ മതി. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് വരണം. അതായത് അതെവിടെയെങ്കിലും ഇട്ടിരുന്ന് അത് ഇങ്ങനെ ഇരട്ടിച്ചരട്ടിച്ച് പോകുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. എങ്കിലേ നമ്മുടെ ജീവിതം വിജയിക്കുകയുള്ളൂ, ഇല്ലേ? അതുപോലെയാകും. അപ്പം നമ്മുടെ ജീവിതത്തിലും ദുഃഖങ്ങളും മാറിപ്പോകും. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന്. അപ്പം എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.